നമസ്കാരം, സ്വാമി ശരണം. ഇന്നത്തെ സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ശരംകുത്തിയാണ്. ശരംകുത്തി ആർക്കും അന്യമല്ല, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ശബരിമലയിൽ പോയവർ അവിടെ തീർച്ചയായിട്ടും പോയിട്ടുള്ളതുമാണ്. ശരംകുത്തിയിൽ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് കന്യയ്യപ്പന്മാർ അമ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിക്കാർ എന്നുള്ളൊരു ആചാരവും കണ്ടുവരുന്നുണ്ട്. എരുമേലി വഴി വരുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. ഇതൊന്നും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടെ നിഷ്ഠയായിട്ട് പാലിക്കേണ്ടതായ ആചാരങ്ങളിൽ പെടുന്നവയല്ലെങ്കിലും പിൽക്കാലത്ത് വന്ന കുറേ ആചരണങ്ങളാണ്. പക്ഷേ പല രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ ഒത്തിരി ഒരു അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. അതായത് ഒരു അഹിംസയുടെ ഒരു വലിയൊരു സന്ദേശം ഇത് നൽകുന്നുണ്ട്. ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്നിധാനത്തേക്ക് ആയുധമൊന്നുമില്ലാതെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ആ ഒരു ആത്മജ്ഞാനത്തിൻ്റെ യാത്രയിലേക്കുള്ള ആ ഒരു പോക്കിൽ ഇത്തരം ആയുധങ്ങളെല്ലാം വിട്ട് ഒരു നിരായുധനായി സന്നിധാനത്തേക്ക് പോകുന്ന വലിയൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ശരംകുത്തിയിലാണ് ഈ ശബരിമലയിലെ കൊടിയേറ്റ് ഉത്സവം നടക്കുന്ന സമയത്ത് പള്ളിവേട്ട ശരംകുത്തിയാലിലാണ് നടത്താറുള്ളത്. അതിനുശേഷം അവിടെ ഒരു പ്രത്യേക അവകാശം, ഒരു കുടുംബക്കാരുണ്ട്, അവകാശികൾ. അവർ വന്നിട്ട് അവരുടേതായ ഒരു പ്രത്യേക ഒരു ഭാഷയിൽ ചില സ്തുതിവചനങ്ങളും കാര്യങ്ങളും ഒക്കെ ചൊല്ലുന്നുണ്ട്. നായാട്ട് വലി ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മകരവിളക്ക് കഴിഞ്ഞ് ഈ ഗുരുതിക്ക് മുൻപായിട്ട് പ്രദക്ഷിണം, അതിന് മുൻപ് 4 ദിവസം പ്രദക്ഷിണം സന്നിധാനത്തുണ്ടാവാറുണ്ട്. പക്ഷേ അവസാനത്തെ ദിവസം ഈ ശരംകുത്തിയാലിലേക്കാണ് എഴുന്നള്ളത്ത് വരുന്നത്. എഴുന്നള്ളിച്ച് ശരംകുത്തിയാലിലെത്തിയതിന് ശേഷം തിരിച്ചു വരുന്നു. ഇതിനെ എല്ലാവർക്കും അറിയാവുന്നൊരു കഥ എന്ന് പറയുന്നത്, കന്യയ്യപ്പന്മാരുണ്ടോ എന്ന് നോക്കാൻ മാളികപ്പുറത്തമ്മ പോവുകയും കന്യയ്യപ്പന്മാരുണ്ട് എന്ന് കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് തിരിച്ചു വരുന്ന ഒരു മാളികപ്പുറത്തമ്മയുടെ ഈ ഒരു ഐതിഹ്യമാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഇത് തീർത്തും ഇതിൽ ഒരു വസ്തുത പോലും ഇല്ലെന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ആളുകളിൽ ഇതങ്ങ് ഒത്തിരി പ്രചരിക്കപ്പെട്ടു. ഒരു പക്ഷേ ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും, സാധാരണക്കാർക്കൊക്കെ ഇത് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു പ്രണയകഥയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു തലത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും അത് ആസ്വദിക്കുകയും സാധിക്കുന്നത് കൊണ്ടാവാം ഇത് വളരെ വേഗം പ്രചരിച്ചത്. പക്ഷേ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ശരിക്കുള്ള ആചാരത്തിന്. ശരിക്കും ഈ ഗുരുതിക്ക് മുൻപായിട്ട് ഭൂതഗണങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഭൂതഗണങ്ങളെ കൂട്ടി വരുമ്പോഴാണ് ഈ ഒരു നിശബ്ദമായിട്ട് വരികയും ചെയ്യുന്നത്. ഇതാണ് ശരിക്ക് അവിടെ നടന്നു വരുന്ന ഒരു ആചാരം. ഇതിനെയൊക്കെ മറ്റൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വലിയ ഒരു അർത്ഥബോധം നമ്മളിലുണ്ടാവും. കാരണം മുൻപ് പറഞ്ഞതുപോലെ ഇപ്പം അപ്പാച്ചിമേടിൽ ആഹാരത്തെ ഉപേക്ഷിക്കുകയും ശബരിപീഠത്തിൽ ഒരു ഈ ജാതി വ്യവസ്ഥകൾക്കൊക്കെ അതീതമായിട്ടുള്ളൊരു ചിന്ത ഉണർത്തുകയും ശരംകുത്തിയിലെത്തുമ്പോൾ ആയുധങ്ങളും എല്ലാം ഉപേക്ഷിക്കുകയും ഇത്രയും ചെയ്തതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വ്യാഖ്യാനമാണ്. ഇതല്ലാതൊരു ശരിക്കിങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല. പക്ഷേ ഇന്നത്തെ കാലത്തൊരു പക്ഷേ നമ്മളിലൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ഇത്തരം വ്യാഖ്യാനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരു വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. അത് നമ്മളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊക്കെ വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ സന്നിധാനത്തെത്തുന്ന ഒരു ഭക്തന്, കാരണം ഈ ഒരു അവസ്ഥയിലാണ് സന്നിധാനത്തെത്തേണ്ടതും, ഈ മറ്റൊന്നിലുമുള്ളൊരു ആസക്തിയില്ലാതെ, ഏറ്റവും ആവശ്യമായ ഒരു ആഹാരത്തിൽ പോലുമുള്ളൊരു ആസക്തിയില്ലാതെ, ആയുധങ്ങളോ ഒന്നുമില്ലാതെ ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം സന്നിധാനത്തേക്ക് എത്തുകയാണ്. അത് വലിയൊരു ആധ്യാത്മികതയുടെ ഒരു അയ്യപ്പനിലേക്ക് എത്താനുള്ള ഒരു യാത്രയുടെ അവസാനം എന്ന് തന്നെ പറയാൻ പറ്റും. അയ്യപ്പൻ എന്ന് പറഞ്ഞത് നമ്മൾ തന്നെയാണ്. ഈ നമ്മളെ തന്നെ കണ്ടെത്താനുള്ള വലിയൊരു യാത്ര. അതിനുവേണ്ടിയാണ് ഇത്രയും വ്രതവും കാര്യങ്ങളും ഇത്രയും നിഷ്ഠകളും ആചാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. അതിനൊക്കെ ശേഷം സന്നിധാനത്തേക്ക് എത്തുന്നു.
അയ്യപ്പനെ ദർശിക്കുന്നു എന്ന് പറയുന്നത് അപ്പോഴുണ്ടാവുന്ന ഒരു വലിയൊരു അനുഭവം, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവണം. അതായിരിക്കണം ശബരിമല തീർത്ഥാടനവും. കാരണം അറിവിൻ്റെയോ ഒന്നും ലോകമല്ല ശബരിമല, അനുഭവത്തിൻ്റെ ലോകമാണ്, അനുഭൂതിയുടെ ആനന്ദത്തിൻ്റെ ഒക്കെ ലോകമാണ്. അപ്പം ഇത്തരം സന്ദേശങ്ങളെയൊക്കെ പല ഘട്ടങ്ങളിലായി ശബരിമലയിലേക്ക്, ഇപ്പോൾ പമ്പയിൽ നിന്ന് തന്നെ മേളിലോട്ടുള്ള യാത്രയിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു, ഇത്തരം ഒരവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശരംകുത്തിയെ പറ്റിയുള്ള ഈ ഒരു വിവരണം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം. സ്വാമി ശരണം.